തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ആദ്യമായി ഭരിക്കാൻ NDA ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മേയർ, ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനങ്ങളാണ് നടക്കേണ്ടത്. എന്നാൽ ഗതാഗതക്കുരുക്കും നല്ല റോഡുകളും മാലിന്യ പ്രശ്നങ്ങളും ഉൾപ്പെടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾ തന്നെയാണ് നഗരവാസികൾക്ക് പറയാനുള്ളത്. പുതിയ മേയറോടും ഭരണസമിതിയോടും തലസ്ഥാനവാസികൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? പൊതുജനം കഴുത LSR തലസ്ഥാന നഗരവാസികളുടെ അഭിപ്രായം തേടിയിരിക്കുന്നു. തലസ്ഥാന നഗരം ഭരിക്കാൻ NDA ഒരുങ്ങിക്കഴിഞ്ഞു. NDA ആദ്യമായി തലസ്ഥാന നഗരം ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ തലസ്ഥാന നിവാസികൾക്ക് എന്താകും പറയാനുണ്ടാവുക? അവരുടെ വികസന സങ്കല്പങ്ങൾ എന്തെല്ലാമാകും? പരിശോധിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ 101 വാർഡുകൾ. ഇതിൽ 50 വാർഡുകൾ വിജയിച്ച് NDA വലിയ ഒറ്റകക്ഷിയായി. തലസ്ഥാന നിവാസികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. കിഴക്കേക്കോട്ട, തമ്പാനൂർ, പാളയം ഉൾപ്പെടെ ഏറ്റവും തിരക്കുള്ള നഗര കേന്ദ്രങ്ങൾ. സ്മാർട്ട് റോഡ് ഉൾപ്പെടെ വന്നെങ്കിലും ഗതാഗതക്കുരുക്ക് ഇപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ്. ഒപ്പം റോഡുകളുടെ ശോചിയാവസ്ഥ, നടപ്പാത കയ്യേറിയുള്ള വഴിയോര കച്ചവടം, സിഗ്നൽ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുമെല്ലാം റോഡിലിറങ്ങുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ റോഡ് ഇപ്പം തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ്. പക്ഷേ ഇവിടുത്തെ റോഡുകളെല്ലാം ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ്. പക്ഷെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കണ്ടാൽ കൊള്ളായിരുന്നു. നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഇവിടെ നിന്നൊരു മേൽപ്പാലം, റെയിൽവേയിലൊന്നും KSRTCയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പാലം, അതേ മെയിനായിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് രാവിലെ വരുമ്പോഴേനും ഒരു 9 മണിക്ക് വന്നാലും കംപ്ലീറ്റ് ബ്ലോക്കാണ്. റോഡെല്ലാം നല്ല ബ്ലോക്കായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. റോഡ് വികസനങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ട്. റോഡൊന്നും നമുക്കൊന്നും വണ്ടികളൊന്നും ഓടാൻ പറ്റുന്നില്ല. തിരക്കും കാരണങ്ങളും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. എപ്പോഴും ബ്ലോക്കാണ്. രാത്രിയും പകലും ഏത് സമയമായാലും ബ്ലോക്കാണ്. തലസ്ഥാന നഗരമാണ്, പക്ഷെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലും ആവശ്യത്തിന് ശുചിമുറികളില്ല. ഉള്ളവ പ്രവർത്തനരഹിതമോ വൃത്തിഹീനമോ ആണ്. ഒപ്പം പാർവതി പുത്തനാറിന്റെ ശോചനീയാവസ്ഥയും. ഭരണസമിതി നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ അവരാദ്യം ചിന്തിക്കേണ്ടത് ഒരു ബാത്റൂം. പ്രത്യേകിച്ച് സ്ത്രീകൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നവർ വല്ലവരും ബൈക്കിൽ കൊണ്ടാക്കി അവിടെ നിന്ന് കാര്യം സാധിച്ചിട്ട് പോകേണ്ട ഗതികേടാണ്. അപ്പോൾ ഒരു ബാത്റൂം ആദ്യം മെയിനായിട്ട്. ബാത്റൂമില്ല, പെണ്ണുങ്ങളിൽ ആണുങ്ങളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടെന്ന് പോകും. നമ്മൾ തപ്പി തടുമാറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ഒരു ബാത്റൂം വേണം. 105 വയസ്സായ ആളുകളൊക്കെ ഇവിടെ വരണതാണ്. ഇവിടെ ഒരു ബാത്റൂമോ ടോയ്ലറ്റോ ഒന്നുമില്ല. അത് പ്രധാനമായിട്ട് ഒരു ഇത് വേണം. ഒരാൾ പുറത്തിറങ്ങി ബാത്റൂമിൽ പോകണം, നമ്മളിപ്പം ഒരു കടയിൽ തന്നെ കയറേണ്ടി വരും. അങ്ങനെ പല പല സിറ്റുവേഷൻ നമുക്ക് വരും. ഇപ്പം തന്നെ നമ്മൾ ഒരു കടയിൽ ആവശ്യമില്ലാതെ കയറിയായിരിക്കും ബാത്റൂമിൽ പോകണമെന്ന് പറയണം. അപ്പം ഒരു മെയിനായിട്ട് വേണ്ട കാര്യം ടോയ്ലറ്റാണ് നമുക്ക് ആവശ്യം. മഴ പെയ്താൽ റോഡുകളിൽ വെള്ളക്കെട്ട് തലസ്ഥാന നിവാസികൾക്ക് ഇപ്പോഴും പേടി സ്വപ്നം തന്നെ. പണിതീരാത്ത റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും നിരവധി. കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം, മഴ സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടും, തോട് കരകവിയും. ആ വെള്ളം ബസ് സ്റ്റാൻഡിലും റോഡിലും തളം കെട്ടും. അതാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. പാവങ്ങൾക്ക് ഗുണമാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടാവണം. മെട്രോ വരണ നല്ലത് തന്നെ. ഇത്തിരി നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറി കിട്ടുമായിരിക്കും. മെട്രോ വരുമ്പോൾ കുറച്ചുകൂടി ബ്ലോക്ക് കുറയുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ മേൽപ്പാലം വന്നിട്ട് പോലും ഇപ്പോഴും സ്റ്റിൽ ബ്ലോക്ക് ഉണ്ട്. എങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചി പോലെയൊക്കെ അപ്ഗ്രേഡഡ് ആകുമോ എന്നറിയില്ല. എങ്കിലും സ്വാഗതാർഹമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം. നല്ല കാര്യമാണ്. ബ്ലോക്കിൻ്റെ ഇതും കുറഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിലും ബ്ലോക്കൊക്കെ ആയാൽ കുറച്ച് ടൈം എടുക്കും പോകാനായിട്ട്. ഇതാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നമ്മളെ സ്ഥലത്തെത്താം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം, തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെയുള്ള തലസ്ഥാന നിവാസികളുടെ മുന്നിലുള്ള സ്വപ്നങ്ങളും നിരവധിയാണ്. നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് കരുതരുത്. തലസ്ഥാനത്ത് എടുത്തു പറയാവുന്ന നിരവധി വികസന മാതൃകകളുണ്ട്. പക്ഷേ നിരന്തരമായി ഈ പരാതികൾ ആവർത്തിക്കുന്നത് ജനപ്രതിനിധികൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ലക്ഷ്യബോധമുള്ള ഒരു ഭരണകൂടം ഇനിയും ഉണ്ടാകട്ടെ. സന്തോഷ് ചേവർക്കും രാഹുലിനുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.